പാവപ്പെട്ടവന്റെ രാഷ്ട്രീയം, പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ ലീഗിനെ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കില് പ്രമാണി വർഗത്തിന്റെ പാർട്ടിയാ ലീഗ്, പ്രമാണി വർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാ ലീഗ്. അള്ളാന്റെ പ്രവാചക തിരുമേനി ജീവിതകാലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അള്ളാന്റെ പ്രവാചകർ പറയാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക്, അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ഫത്വകൾ ഇറക്കുന്ന ഉസ്താദുമാർക്ക്, തങ്ങന്മാർ ഇങ്ങനൊന്ന് കേൾക്കണം. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ എന്നെ കീഴാളനായി, ദരിദ്രനായി, മിസ്കീനായി, തൊഴിലാളിയായി ജീവിപ്പിക്കണേ. വഅമിത്നി മിസ്കീന, എന്നെ മരിപ്പിക്കുമ്പം അതും കീഴാളനായി മരിപ്പിക്കണേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, നാളെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ തങ്ങൾ പാപ്പാന്റെ കൂടെ വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന തൊഴിലാളികൾ, ആ പാവപ്പെട്ടവന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ വിശുദ്ധ പ്രവാചകൻ മുതലാളിത്തത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, മുതലാളിത്തത്തിന്റെ മാടപ്പിത്തരങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന മുസ്ലിം ലീഗിന് ഇസ്ലാം എന്ന് പറയുന്ന കീഴാള പ്രസ്ഥാനവുമായി ബന്ധമില്ല. പരിശോധിക്കാം ആർക്കും. ഞാൻ വെല്ലുവിളിക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ വരും, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞ ലീഗിനോട്. അതുകൊണ്ട് തീർന്നില്ല ഈ പ്രവാചക തിരുമേനിയുടെ ജീവിതം. ആ പ്രവാചകന്റെ ജീവിതത്തിലൊരിക്കൽ പ്രവാചക തിരുമേനിയുടെ മണ്ണിലേക്ക് വന്നുകൊണ്ട് ആരാണ് ചോദ്യം ഉന്നയിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യം ഉന്നയിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് ഉഹദ് മല സ്വർണമാക്കി തരട്ടെ. ഉഹദ് മല എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള ഇന്നുമുള്ള ഒരു മലയാണ്, ഇന്നും സ്ഥിതി ചെയ്യുന്ന മലയാണ്. ആ മല ഞാൻ നിങ്ങൾക്ക് സ്വർണമാക്കി തരട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. ലീഗിന്റെ നേതാവിനോടാണ് ചോദ്യമെങ്കിലും അള്ളാന്റെ പ്രവാചകന്റെ മറുപടി കേൾക്കണം ലീഗ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് അള്ളാഹു എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം. എന്താ ദരിദ്രനായി ജീവിച്ച കാര്യം? ദരിദ്രനായി ജീവിച്ചാലേ ദരിദ്രന്റെ വേദന മനസ്സിലാവും, പാവപ്പെട്ടവന്റെ വേദന മനസ്സിലാവും. അതുമല്ല അന്ന് സ്വർണമാക്കിയിരുന്നെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ ഏറ്റവും വലിയ മുതലാളിയായി പ്രവാചകന് ജീവിക്കാമായിരുന്നു. അങ്ങനത്തെ അവസരം ലഭിച്ചപ്പം വിശുദ്ധ പ്രവാചകൻ വേണ്ടെന്ന് പറഞ്ഞ ചരിത്രമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് നിങ്ങൾ പാപ്പാനോടാണ് ചോദ്യമെങ്കിലോ മറുപടി? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയണ്ട, ഉഹദ് മല മാത്രാക്കണ്ട, മലപ്പുറം ജില്ല മുഴുവൻ നമുക്ക് സ്വർണ്ണാക്കി തന്നാലും ഞാനൊന്ന് സുഖിച്ചട്ടെ, അല്ലേ, ഞാനൊന്ന് ഉസ്താറായി കുണൂസായിട്ട് കഴിയട്ടെ. ഇതാണോ ഇസ്ലാം? പറ നിങ്ങള്. എന്നിട്ട് പറയാം ഞങ്ങൾ ഇസ്ലാം, ഞങ്ങളാണ് ഇസ്ലാമിന്റെ സകല കുത്തകാവകാശവും. ഇവിടത്തെ നാരിത്തരത്തിന്റെ പേരാ ലീഗ്, ഇസ്ലാമിന്റെ പേരല്ല ലീഗ്. ലീഗുമായി ഈ പ്രസ്ഥാനത്തിന് ബന്ധമില്ല. പരിശോധിച്ചു പോകുന്ന 100 സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ആ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ 90% നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കണ്ടേ? ഇവിടെ ഖുർആൻ ക്ലാസ്സിന് ഇപ്പൊ ഒരു പഞ്ചൂല്ലല്ലോ. ഖുർആൻ ക്ലാസ് ഒന്നും പറഞ്ഞാണ്ട്